രാജകുമാരന്റെ കഥ ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? ശരിയാ ശരിയാ നമ്മൾ പെരുന്നാളല്ല, സമൂഹത്തിലെ നിർമ്മാണത്തിനായി വീഴ്ചൂടുന്നവർ. നമുക്ക് ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ലേ? അതിന് സമൂഹ തോക്കിലേക്ക് ഇതിന്റെ കഥ നമ്മൾ അന്വേഷിക്കും. ശരിയാ, അതാ എനിക്കും തോന്നി. ശരിയാ, ഇവരുടെ മുഖം കണ്ടാലറിയാം. ജീവിതമാണ് ചുമലിലേക്ക് എല്ലാവരും ഇവന്റെ മുഖത്തോട്ടൊന്ന് നോക്കി. പഠനവും അമിത പ്രതീക്ഷകളും മാത്രം കൈമുതലാക്കിയ ഈ ആധുനിക വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയല്ലേ ഇവൻ? ില്ലാത്തോട്ടെന്തോ കണ്ടാലും പറയും. കളി കഴിഞ്ഞിട്ടോടെ പാട്ട് പാടുന്നവർക്ക് പ്ലാൻ നൽകുന്നവൻ ഞാൻ, നൃത്തം ചെയ്യുന്നവർക്ക് കാൽ നൽകുന്നവൻ ഞാൻ. പക്ഷേ എല്ലാം ഒന്നാം സ്ഥാനക്കാരൻ മാത്രം. മാനഹാനി മണ്ണിന്റെ മണവും മഴയുണ്ടാവും ഇവളിൽ നിന്നകറ്റി ഞാനിവളെ ചന്ദ്രപ്പട്ടിയുടെ മുമ്പിൽ ഒരു പ്രതിജ്ഞയാക്കി ഞാനിവളുടെ ഉള്ളിൽ കുത്തിവെക്കുന്നു. അങ്ങനെ ഞാനിവളെ ഓർമ്മ മുമ്പിൽ തളച്ചിരുന്നു. ഈ മഴക്കാടിനോടാണോ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്? പഠനത്തിനും അമിത സമ്പത്തിനും ഏകാന്തതയ്ക്കും ഇവിടെ ഒന്നിച്ചാക്രമിക്കാൻ സാധിച്ചെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? നിറവും സുഗന്ധവും ആസ്വദിക്കാൻ അനുവദിക്കാതെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ വളർത്തിയെടുത്ത് ഇവരുടെ മാതാപിതാക്കളോ അതോ പണം നീതിയായി ഉയർത്തി നടത്തുന്ന ഇന്നത്തെ പരിസ്ഥിതി ആരാണ് ഉത്തരവാദി? പക്ഷേ എനിക്കൊരു സംശയം, ആയിരക്കണക്കിന് കൗമാരക്കാർ അനുഭവിക്കുന്ന ഇതേ പ്രശ്നം തന്നെയാണോ ഇതിന്റെ ഭരണത്തിന് കാരണം? അപകടങ്ങളുടെ വേദനയും
ജീവിതത്തോടുള്ള മടുപ്പും ആ മുഖത്ത് തെളിഞ്ഞു കാണാം. പക്ഷേ ഈ മരണം ഒരിക്കലും ഒരു കൗമാര പ്രായക്കാരനല്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഇതുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും അകറ്റാൻ സാധിക്കുമോ? എന്റെ കൂടെ വാ. എന്നാണോ സംഭവിച്ചത്? മാലിന്യം കൂമ്പാരമായി കിടക്കുന്ന ഈ പ്രദേശത്ത് ഞാനിനി ആരുമില്ല. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന്റെ മറ്റൊരു വിലകൂന്ന നാടകം കൂടി ഇന്ന് ടിവിയിൽ അരങ്ങേറുന്നതിന് നാം എല്ലാം സാക്ഷ്യം വഹിച്ചു. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ 10-50 പേർ നാട്ടം അനുഭവിച്ചു. നാട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ? റേഷൻകാരുമായി ഞങ്ങൾ സമീപിക്കുന്ന ആദ്യത്തെ 50 പേർക്ക് ഞങ്ങൾ നൽകുകയാണ് ദുർഗന്ധത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടുന്ന ഈ മാസ് തികച്ചും ഇവിടെ നിക്ഷേപിക്കപ്പെടുന്ന ഓരോ ടൺ മാലിന്യത്തിനും ഞങ്ങൾ നൽകുകയാണ് ഓരോ കുടുംബാംഗങ്ങൾക്കും ഇതാ ഈ കുപ്പീസ് നിവാരണ തികച്ചും സൗജന്യമായി കമ്പനിയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതെ, മാത്രം കൊണ്ട് കണ്ടുകൊണ്ട് 300 ഗാലൻ ഈ നിവാരണകൾ ഞങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഗുണങ്ങൾ 3 ആണ്. ഒന്നാമതായി പുളിയമ്പറമ്പ് നിവാസികളുടെ സ്വപ്നമായിരുന്ന ഈ ചവിമുക്ത ഗ്രാമം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. രണ്ടാമതായി പുളിയമ്പറമ്പിലെ 150 കുടുംബങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ 300 കുടുംബങ്ങൾ ഈ നിവാരണയിലൂടെ അവരുടെ ജീവിതഭാഗം കണ്ടെത്തുന്നു. പിന്നെ മൂന്നാമതായി കമ്പനിയും ശരിയാണ്, ഈ സ്ത്രീ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് അനേകം ആൾക്കാർ മത്സ്യവാസ നേരിടുകയാണ്. ഇതിനെ ഞാൻ സമ്മതിക്കില്ല. പുളിയമ്പറമ്പിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് നിക്ഷേപിക്കാൻ ഗുരുതരമായ തെറ്റാണ്. കയ്യിലുള്ള കുപ്പികളിലൊന്ന് സച്ചിൻ തകർത്താണ്. നശിപ്പിക്കാൻ അതുകൊണ്ട് സാധിക്കില്ല. അങ്ങനെയെങ്കിൽ നിരുപദ്രവകാരികളെങ്കിലും എല്ലാവർക്കും കണ്ണിൽ കരടായി ജീവിക്കുന്ന കീടങ്ങളെ അതിന് നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. ഒരു ജനസമൂഹത്തിന് അടിച്ചമർത്തുക എന്തൊരു ക്രൂരതയാണത്, എന്തൊരു അക്രമമാണത്. മലിനമായ നാടിനേക്കാൾ മാലിന്യം എന്ന മനസ്സുമായി മനുഷ്യകോലങ്ങൾ നടമാടുമ്പോൾ ആ കുത്തൊഴുക്കിൽ തകർന്ന തടയണയായിരുന്നില്ലേ ഈ ജീവിതം? ഇതാണ്
അതെ, ആധുനിക യുഗത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണെന്ന് എനിക്കും തോന്നുന്നു. രാവിലെ മോർണിംഗ് വാക്കിന് പോകാൻ ഒരു കാറുണ്ടോ? ഈ കാറുടെ സ്വന്തമായ ഒരു വീടുണ്ടോ? ഡ്രീം ഹോം പ്രോജക്ട് അവതരിപ്പിക്കുന്നു. നിങ്ങളെ പോലുള്ള സ്മാർട്ടായ IT പ്രൊഫഷണൽസിന് വേണ്ടി ഒരു സ്മാർട്ട് വില്ല രൂപ മാത്രം. പിന്നെ അല്ലാതെ ഇപ്പൊ എനിക്ക് കാറില് വീടുണ്ട്. ഞാൻ ഇപ്പൊ എല്ലാമായി ഞാൻ ഈ സ്വപ്നം എല്ലാം വല്ലേ തകർന്നത്. എത്ര ബുദ്ധിമുട്ട് ഞാൻ നേടിയ ഡിഗ്രിയാ, എത്ര കഷ്ടപ്പെട്ട് എനിക്ക് തൊഴിലാ. എത്ര തവണയാണ് താളമകൾ കൊടുക്കുന്നത്. കാലിൽ മാറ്റി നടന്നിരുന്ന വീട് കൊടുക്കുന്ന വർത്താനം പറയുന്നു. ജീവിതത്തെക്കുറിച്ച് കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളെല്ലാം ഇവിടെ ഇടയിൽ തകർന്നു വീഴുമ്പോൾ ആ ദുഃഖത്തിന്റെ അഗ്നിയിൽ ജീവിതം ഹോമിക്കുന്ന എത്രയോ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ മുഴുവനല്ലേ ഇവരും. സാറേ, എന്റെ പേര് സാധു. എന്റെ മകനാ. പഠിക്കാൻ ബഹുമെടുക്കണ. പക്ഷേ കോച്ചിങ് ഇല്ലാത്തതുകൊണ്ട് അയ്യോ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പേന കത്തി തുടങ്ങിയിരിക്കുന്നത്. ഉടൻ തന്നെ പോയി പണം അടയ്ക്കും. ബാക്കിക്കാർക്ക് ഞാൻ ഏറ്റു. നടക്കില്ല. ഈ പഠനവും പണവും ഒരുമിച്ച് പോണം. അതാണ് ഈ പേന കത്തിയുടെ ഒരു തന്റെ പ്രാരാബ്ദത്തിന്റെ കണക്കെടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പേന കത്തിയുടെ തുടങ്ങി. ദേവന്മാരെ അടുത്തത് വിശിഷ്ട പ്രതിഷ്ഠ ക്ലാർക്ക് ദേവി. ക്ലാർക്ക് ദേവിയോ? ആ, ദേവി രക്ഷിക്കണേ. എല്ലാവരും വിശിഷ്ട പ്രതിഷ്ഠ ഇതാ നോക്കേ. എന്താ മോഹത്തെ തേജസ് അടിച്ചിട്ടിരിക്കുന്ന പ്രസാദിപ്പിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അതിനല്ലേടോ നോ. ഇതായിട്ട് ഒരു ശ്രീകോവില പണിയാനായിട്ട് ഒരു 14
പക്ഷേ ദക്ഷിണ പറഞ്ഞാൽ പാല കുറേ തരമായില്ല, പേപ്പറുകൾ ശരിയായില്ല. എന്ത് ചെയ്യും? ഞാൻ എന്താണ് വിചാരിച്ചേ? ആയിരക്കണക്കിന് ആൾക്കാർ എന്റെ ഒരു പേനാപ്പതിയുടെ സീറ്റിന് വേണ്ടി ക്യൂ നിൽക്കുക. തന്റെ അന്നത്തെ ആ കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോഴേ ഞാൻ ആ സീറ്റൊക്കെ മറിച്ചു വിറ്റു. ആകെയുള്ള കിടപ്പാടും പണി വെച്ച അവര് ഈ സ്വപ്നം കൂടി തകർന്നാൽ ഞാൻ ഇനി എന്ത് ചെയ്യും? ചാണോ അനുമതി കിട്ടിയതോ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ ജോലികൾ തുള്ളുമ്പോൾ അതിൽ വെന്തുരുന്നത് പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ ദൈവം തങ്ങളുടെ വരദാനമായ ജീവൻ വെറും കുമിളകൾ പോലെ പൊട്ടി തകരുന്നതിന് നാം എങ്ങനെയൊക്കെ സാക്ഷ്യം വഹിച്ചു. മാറുമ്പോൾ നെയ്തെടുത്ത സ്വപ്നങ്ങൾ തകർച്ച് പകച്ചിരിക്കുന്ന ഒരു അച്ഛൻ ക്രമാനുഗതമായ വേഗതയിൽ പാതി വഴി പരാജയപ്പെട്ട് ജീവിതം പാഴാക്കുന്ന ഒരു യുവാവ്. പണത്തിന്റെയും പ്രസിദ്ധിയുടെ പിന്നാലെ അന്തരായി പാഞ്ഞു സ്നേഹവും വാത്സല്യവും മാതാപിതാക്കളുടെ മുന്നിൽ ഭ്രാന്തി പിടിക്കുന്ന ഒരു മകൾ. വികസന നായകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നേതാക്കൾ താണ്ഡവമാടുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന് പ്രതിനിധിയായി തേങ്ങുന്ന ഒരമ്മ. അല്ല, തുടങ്ങിയ മൃദുല വികാരങ്ങളെല്ലാം ശോഷിച്ചു തുടങ്ങിയ ഈ ആധുനിക സമൂഹത്തിന്റെ അന്ധമായ നേത്രങ്ങൾ മാറ്റിവെച്ചൊന്ന് നോക്കൂ. ഇവിടെ തൂങ്ങി കിടക്കുന്നത് ആരാണ്? ഒരു വ്യക്തിയാണോ? ഒരു സമൂഹമാണോ? അല്ല, മരിക്കുന്ന മനുഷ്യത്വം, സമൂഹത്തിന്റെ മരവിച്ച മനസാക്ഷി. ഇതേ മരവിച്ച സമൂഹത്തോട് തന്നെയല്ലേ നമുക്ക് പ്രതിബദ്ധതയുള്ളത്? അപ്പോൾ നമ്മൾ തയ്യാറാക്കി തിരുവനാടകം ഇവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്നാണോ പറയുന്നത്? അതല്ല, മനസാക്ഷി മരവിച്ച ഈ സമൂഹത്തിന് മുമ്പിൽ കാമവിളിക്കയുടെ നമ്മുടെ വെളുഭൂമിയിലെ രാജകുമാരന്റെയോ സ്വർഗത്തിലെ ദേവമാരുടെയോ കഥകളല്ല, മറിച്ച് പച്ചയായ മനുഷ്യ ജീവിതത്തിന്റെ ആത്മാവിനെ തൊട്ടുറക്കുന്ന സ്പന്ദനങ്ങളാണ്. നമ്മുടെ ചുറ്റും കാണുന്ന നേരിന്റെ നേർ കാഴ്ചകളാണ്. അങ്ങനെ ഭാവി തലമുറയുടെ ഹൃദയത്തിലെങ്കിലും മാനസിക മൂല്യങ്ങളുടെയും ആതുര വികാരങ്ങളുടെയും നറുമുട്ടുകൾ വിടരട്ടെ. അതെ, നമുക്ക് തുടങ്ങാം ഒരു പുതിയ തെരുവ് നാടകം. അതെ, അങ്ങനെ നമുക്ക് ഇവിടെ ആലേഖനം ചെയ്യാം ഒരു പുതിയ നാടകം. വരണ്ട ഭൂതകാലത്തിന്റെ കരാറുകൾ മാറ്റിക്കളഞ്ഞ് മാനവരാശിയുടെ പുന്നാമുകളെ തൊട്ടുറക്കുന്ന ഒരു പൊൻ സുദിനത്തെ ഇതാ